Welcome to today's class of Mathematical Logic. ഇതുവരെ നമ്മൾ methods of proving theorems ആണ് പഠിച്ചത്. ഇതിൽ fifth type existence proof. Indirect proof, direct proof, vacuous proof, trivial proofs. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വൺ is existence proof. എങ്ങനെയാണ് ഈ രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. അതിൽ ടു ടൈപ്സ് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് ഉണ്ട്, നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്, അങ്ങനെ ഒരു എക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു എ എക്സിസ്റ്റ് ചെയ്യും such that പി ഓഫ് എ ഈസ് ട്രൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ആ രീതിയിലാണ് കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസിൽ പ്രൂവ് ചെയ്യുന്നത്. നോൺ കൺസ്ട്രക്റ്റീവിലാണെങ്കിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ പോസിബിൾ അല്ല. ആ സമയത്ത് നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫാണ് യൂസ് ചെയ്യുക. അതായത് മിക്കവാറും അതിൽ ഇൻഡയറക്റ്റ് പ്രൂഫ്സിൽ ടു ടൈപ്സ്, അതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസിൽ യൂസ് ചെയ്യുക. എങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ, അതായത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, prove that there exists a pair of consecutive integers, such that one of these integers is a perfect square, and the other is a perfect cube. Prove into there exists a pair of consecutive integers such that one of these integers is a perfect square and the other is a perfect cube. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ ഒരു എലമെന്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യും such that ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും such that ആ കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എയും ബിയും അല്ല എയും A+1 ആ രീതിയിലാണ് കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് വരിക. അപ്പോൾ ഈ രീതിയിൽ രണ്ട് എലമെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദീസ് ഇൻഡിജേഴ്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും, അതർ ഇസ് എ പെർഫെക്റ്റ് ക്യൂബ് ആണ്. അങ്ങനെ ഒരു പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയാൽ ഇതിന്റെ പ്രൂഫായി. നമ്മൾക്ക് ബൈ ഇൻസ്പെക്ഷൻ ദാറ്റ് ഇസ് 8 is equal to എന്ത് വരും 2 ക്യൂബ് ആണ്, 9 is equal to 3 സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും 8ഉം 9ഉം എന്ന് പറയുന്നത് 8 is equal to 2 ക്യൂബ്, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ. അപ്പോൾ ഇൻഡിജേഴ്സ് 2ഉം 3ഉം എടുക്കുക. ഇവിടെ 8ഉം 9ഉം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് കൺസിക്യൂട്ടീവ് ഇൻഡിജേഴ്സ് ആണ് 8ഉം 9ഉം. അതിൽ ഒന്ന് എന്താണ്, അത് ഒരു പെർഫെക്റ്റ് 9 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 8 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പെയർ 8ഉം 9ഉം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് റിസൾട്ട് ഇസ് വെരിഫൈഡ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ആയി അവിടെ. There exists a pair of consecutive integers such that one of these integers is a perfect square and the other is a perfect cube. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ഈ പ്രൂഫ്
ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. ഈ രീതിയിൽ നമ്മൾക്ക് എക്സിസ്റ്റൻസ് പ്രൂഫിനെ കൈകാര്യം ചെയ്യാം. ഇനി അടുത്തതിലാണെങ്കിൽ സെക്കൻഡ് വണ് പ്രൂവ് ദാറ്റ് there is a rational number there is a rational number number x and an irrational number number y such that x raised to y is irrational. X raised to y is irrational. Prove that there is a rational number x and an irrational number y such that x raised to y is irrational. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റാഷണൽ നമ്പറും എക്സിസ്റ്റ് ചെയ്യും, എക്സും വൈയും എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എക്സ് റേസ് ടു വൈ ഇറാഷണൽ ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഒരു റാഷണൽ ആയിട്ടുള്ള എക്സും വൈയും ഇറാഷണൽ എക്സ് റേസ് ടു വൈ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. 2 ചൂസ് ചെയ്യുക. 2 എന്താണെന്ന് അറിയാം. 2 ഇസ് എ റാഷണൽ നമ്പർ. ഇനി അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് 2. റൂട്ട് 2 ഇസ് ഇറാഷണൽ നമ്പർ. Let x is equal to 2 and y equal to root 2. x raised to y എന്തായി മാറും? That is 2 raised to root 2. ഇനി ഈ എക്സ് റേസ് ടു വൈ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് നോക്കുകയാണ്. സോ ഈ 2 raised to root 2 is irrational number, then the proof is over. ഇനി ഇത് 2 raised to root 2 ഇറാഷണൽ ആണോ റാഷണൽ ആണോ എന്ന് അറിയില്ല. ദാറ്റ് മീൻസ് നമ്മൾ അസ്യൂം ചെയ്യാണ് if possible assume 2 raised to root 2 is rational number. That is not a irrational number എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 2 raised to root 2 is a rational number ആയി മാറി. Take x is equal to 2 raised to root 2 and y equal to root 2 divided by 4. Therefore, x raised to y equal to 2 raised to root 2 raised to root 2 by 4. That's equal to 2 raised to root 2 into root 2 by 4. And 2 raised to 2 by 4, that is 2 raised to 1 by 2, which is equal to root 2. And the x raised to y is irrational number since root 2 is an irrational number. ഓക്കെ, സോ ഏത് പെയർ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഒന്നെങ്കിൽ ആദ്യത്തെ നമ്മുടെ എക്സും വൈയും ആയിട്ടുള്ള പെയർ 2ഉം റൂട്ട് 2 ആയിട്ടുള്ള പെയർ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന 2 raised to root 2 by root 2 by 4. ഈ രണ്ട് രീതിയിലുള്ള ഏത് പെയർ വേണമെങ്കിലും നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും such that satisfies this result. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പെയർ ഇപ്പൊ രണ്ടെണ്ണം തന്നെ നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്തിട്ട് കണ്ടു. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ ഒരു there is a rational number x and there is an irrational number y such that x raised to y is irrational number. ഇങ്ങനെ ഒരു ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. സോ the theorem is proved. What do you mean by a counter example?
ചില റിസൾട്ട് നമ്മൾക്ക് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റിസൾട്ട് വരും. അത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് വേറൊരു പ്രൂവിങ് മെത്തേഡ്സിലൂടെയും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം ഈ റിസൾട്ട് അത് സാറ്റിസ്ഫൈഡ് അല്ല. സോ ഇത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയുന്നത് ഇവിടെ റോങ് ആണെന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്യുന്നതാണ് കൗണ്ടർ എക്സാമ്പിൾ. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റിസൾട്ട് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അവിടെ എക്സ് എക്സിസ്റ്റ് ചെയ്യും സെറ്റ് ദാറ്റ് ആ റിസൾട്ട് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അവിടെ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യിപ്പിക്കുന്നതാണ് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പ്രോബ്ലം ഷോ ദാറ്റ് the statement show that the statement every positive integer is the sum of the squares of three integers. Sum of the squares of three integers is false. False ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? എന്താണ്? Every positive integer is the sum of the squares of three integers. Every positive integer is a sum of squares of three integers. നമ്മൾ ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സൊല്യൂഷൻ 1 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജറിനെയും സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ത്രീ ഇൻറ്റിജർ അത് ഒരേ ഇൻറ്റിജർ ആയാലും പ്രശ്നമൊന്നുമില്ല. ആ രീതിയിൽ ഒരേ 3 ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്തിട്ട് ആ 3 ഇൻറ്റിജേഴ്സ് സെയിം ആവണ്ട എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരേ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ അതിന്റെ സ്ക്വയേഴ്സ് എടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടണം? പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടണം. ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എടുത്താലും 1നെ എടുത്തു കഴിഞ്ഞാൽ 0 0 1 എന്ന് എടുത്തു, അതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? 1 കിട്ടും. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. 3 ആണെങ്കിലോ 3 is equal to 1 square plus 1 square plus 1 square. 4 0 square plus 0 square plus 2 square. ഇനി 5നെ എങ്ങനെ എഴുതാം? 5 is equal to 0 square plus 1 square plus 2 square. 6നെ 1 square plus 1 square plus 2 square. 7നെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പറ്റില്ല. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറും പറ്റില്ല. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറും ശരിയാവില്ല. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 7നെ നമ്മൾക്ക് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 3 ഇൻറ്റിജേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദിസ് റിസൾട്ട് ഈസ് false. The statement above is false. Statement above is false. Due to എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും ഏത് പോസിറ്റീവ് ഇൻറ്റിജറിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെടുത്തു? 7 എന്ന് പറയുന്നത് ഒരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. 7 എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും such that 7 is not satisfying these result. That is, every positive integer is the sum of squares of 3 integers. Okay, so this is a counter example for that.